ആരാ? എന്തു വേണം? CI സാറില്ലേ? ഇല്ലല്ലോ. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളില്ലെങ്കിൽ പോലീസില്ല, പോലീസ് ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല. മനസ്സിലായില്ല. ഞാനൊരു കള്ളനാണ്, പേര് വിട്ടിൽ വിക്രം. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എനിക്ക് കുറച്ച് പണവും പൊന്നും ആവശ്യമുണ്ട്. താക്കോല് തന്നാൽ ആവശ്യത്തിനുള്ളത് ഞാൻ തന്നെ എടുത്തോളാം. മണി 11:30. ശബ്ദിക്കരുത്, നിലവിളിക്കരുത്. ഈ തുണി നിങ്ങൾ തന്നെ നിങ്ങളുടെ വായിലേക്ക് തിരികെ കയറ്റുക. വേഗം. തികഞ്ഞില്ലെങ്കിൽ ദാ ഇതുകൂടി പിടിക്കൂ. ചോര. ഇവിടെ മുറിവിന് വെച്ചിട്ടുള്ള മരുന്ന് വല്ലതും ഉണ്ടോ? സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. തുണി തിരികെ കയറ്റൂ. വേഗം. തുണി തിരിക്കുന്നതിന് മുൻപ് സേഫിന്റെ താക്കോൽ എവിടെയാണെന്ന് പറഞ്ഞിട്ട്. ഇത് സുന്ദരേശൻ പറഞ്ഞ വട്ട് കേസ് തന്നെ. താക്കോലെടുക്കൂ. അതെ, ഞാൻ തന്നെ. നീ ഡിറ്റക്റ്റീവിന്റെ സംരക്ഷണയിലല്ലായിരുന്ന? അത് സംരക്ഷണമല്ല, തടവറയായിരുന്നു. അവിടുന്ന് ചാടി, അതുകൊണ്ട് ഞാൻ ഡീസന്റ് ആയി. മോഷണം ഒരു ഡീസന്റ് ഉള്ള കലയല്ല. അത് രാത്രികാലങ്ങളിൽ. ഇത് പട്ടാപ്പകൽ ധൈര്യമായി വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് ചോദിച്ചുകൊണ്ടെടുക്കുന്നതാണ്. നിന്റെ മോഷണം ഇന്നത്തോടുകൂടി അവസാനിക്കും. അയ്യോ എന്റെ മണിയാ, എന്താടാ സംഭവിച്ചത്? ഒന്നുമില്ല ചേച്ചി, ഒരു വീട്ടില് വീട്ടിനകത്ത് കയറി, അത്രേ ഉള്ളൂ. നീ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? ചുമ്മാ കിടന്ന് വെപ്രാളപ്പെടാതെ മനുഷ്യ. ചാനലുകാരി വിളിച്ചിരുന്നു, 10 മണിക്ക് അവരെത്തും. അതിനെന്താ, അരമണിക്കൂർ സമയം ഇനിയുണ്ടല്ലോ. അതെ, ഇങ്ങോട്ട് നോക്കിയേ. ഈ സാരി മതിയോ? ടിവിയിൽ വരുന്നതല്ലേ? മറ്റേ ചോപ്പില് പുള്ളിയുള്ള സാരി കൊടുത്താലോ? പുതിയ സാരി അതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത് ഇതിനേക്കാളും? നോക്കി. ഇത് മതിയടി. അസലായിട്ടുണ്ടടി വിശാലം. ആണോ? പിന്നെ ഓക്കേ. അതെ, അവരെന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? പറഞ്ഞതാ. തൽക്കാലം അവര് നിന്നോടൊന്നും ചോദിക്കില്ല. വീര ജവാന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏതോ ഒരു പരിപാടിയാണ്. പട്ടാള ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവങ്ങൾ, പിന്നെ യുദ്ധരംഗത്തെ എന്റെ ചില സാഹസിക കൃത്യങ്ങൾ. ഞാൻ ഈ പട്ടാളത്തിലായിരുന്നതുകൊണ്ട് പറയാൻ സംഭവങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. ഓ, തോക്കില്ലെങ്കിലും വെടിവെക്കാൻ പട്ടാളക്കാര് മിടുക്കന്മാരാണല്ലോ. വണ്ടി അവരെത്തിയെന്ന് തോന്നുന്നു. ആണോ? ചേച്ചി, എന്റെ ചേച്ചി, ഇത് കണ്ട? ഡിറ്റക്റ്റീവ് ചമഞ്ഞ് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം, യുവാക്കൾ അറസ്റ്റിൽ. കലക്കേട മണിയാ. പുളിയാമ്പറമ്പിൽ ഡിറ്റക്റ്റീവ് ഏജൻസി പോലും. അത് കേട്ട് തുടങ്ങുമ്പോഴേ എന്റെ ഇടത്തെ അണപ്പല്ലങ്ങ് പുളിച്ചു തുടങ്ങും. എടാ മണിയാ, ചേച്ചി, അന്നാമ്മയുടെ വെളറി വെളുത്ത മുഖം കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇതോടെ ആ അച്ചായത്തിന്റെ ഹുങ്കൊന്ന് കുറയും. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ചേച്ചി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരുടേതാണെന്ന് ചേച്ചിക്ക് അറിയാവോ? ആരുടെ കരങ്ങളാ? എന്റെ. ഈ നിൽക്കുന്ന മണിയന്റെ. സ്റ്റുഡിയോയിൽ നിന്ന് പൊക്കിയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഡിറ്റക്റ്റീവിന്റെ ഓഫീസിൽ എത്തിച്ചതേ ഈ മണിയൻ ഏർപ്പാട് ചെയ്ത ആളായിരുന്നു. നീ ഭയങ്കരം തന്നെ. താങ്ക് യു. അത് പിന്നെ ചേച്ചി, മുല്ലപ്പൂപ്പൊടി ഏറ്റുകിടക്കും മണിയനും ഉണ്ടാവുന്ന സൗരഭ്യം എന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ വാർത്ത കേട്ട പ്രകാശ് ചേട്ടൻ സന്തോഷം കൊണ്ട് അത് കറക്റ്റ്.
അയ്യോ നമുക്ക് ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. നിർത്തി. ഇന്നത്തോടെ ഞാൻ ഈ ഡിറ്റക്റ്റീവ് പരിപാടി നിർത്തി. മേമനെ ഇല്ലത്തിടുന്ന് തല്ലുകൊണ്ട് ചാകാതിരുന്നത് മുൻജന്മ സുഹൃതം. വേഷായിട്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ അല്ലേ? കിട്ടിയല്ലോ. അമ്മേ, സുഹൃതക്ഷയം പിടിച്ച് ചോര തൊപ്പിച്ചാവാതിരുന്നാ കൊള്ളാം. അല്ല, എന്നാലും ആ ഷാജി നമ്പൂരിയുടെ വേഷത്തിൽ വന്നവൻ അവൻ ആരായാലും ആള് ഭയങ്കരം തന്നെ. നമ്മളെ എല്ലാവരെയും മേമന ഇല്ലത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ചാക്കോ സാറിന്റെ വീട്ടിൽ കയറി ഒരു ഉഗ്ര മോഷണമല്ലേ അവൻ നടത്തിയത്. നമ്മളിനി എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? ഡിറ്റക്റ്റീവിനേക്കാൾ കൂടിയൊരു ഇനവുമായി നമ്മൾ ചാക്കോ സാറിനെ ഒന്നുകൂടെ കളത്തിലേക്ക് ഇറക്കുന്നു. എടേ, നമുക്ക് ജീവിക്കണ്ടേ? പിന്നെ ദാ വരുന്നു. കൃത്യസമയത്ത് തന്നെ എത്തി. രണ്ടെണ്ണത്തിന്റെയും വരുംകാല ഭാര്യമാര്. അയ്യോ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് മേമനിലത്തെ വീരസാഹസിക കഥകള്. ഹലോ. ഹലോ. വിഗ്രഹമോഷണം കണ്ടുപിടിക്കാൻ പോയ ഡിറ്റക്റ്റീവുകള് ഇത്ര വേഗം മടങ്ങി വന്നോ? എന്തായി, കണ്ടുപിടിച്ചോ? പിന്നെ കണ്ടുപിടിച്ചു. നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതെ ലോഡ്ജ് മുറിയിൽ ഒളിച്ചിരുന്ന ഞങ്ങളെ വളരെ പെട്ടെന്നാണ് നാട്ടുകാർ കണ്ടുപിടിച്ചത്. ശ്യാമനോ അരവിന്ദനോ ഒന്നും അടുത്ത കാലത്തൊന്നും ഇതുപോലൊരടി കിട്ടി കാണത്തില്ല. അടിയോ? എന്തു പറ്റി അരവിന്ദേട്ടാ? പറ്റാനൊന്നും ഇല്ല. ചാക്കോച്ചനെയും ഞങ്ങളെയും ഒരാൾ അതിഭീകരമായി പറ്റിച്ചു. എങ്ങനെ? ഓ, ഒന്നും പറയണ്ട. മേമനയിലെത്തുന്നു വിഗ്രഹം മോഷണം പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവിടുന്ന് അയാൾ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അയ്യോ, എന്നിട്ട് അയാളല്ലേ ചാക്കോ സാറിന്റെ വീട്ടിൽ കയറി മോഷണം നടത്തിയേ? അതെ, മേമനയില്ലത്തുകാരോട് ഈ വിരുദ്ധം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്താണെന്നറിയാവോ? എന്താ? മനയിലെ പൂജാ വിഗ്രഹങ്ങൾ മോഷ്ടിക്കാൻ ബോംബെ അതോ ലോകത്ത് നിന്ന് 3 ഭീകരന്മാർ വരുന്നുണ്ടെന്ന്. ഞങ്ങൾ ആ ദേശത്ത് കാല് കുത്തിയതും അടി തുടങ്ങി. നാട്ടുകാർ ഞങ്ങളുടെ വരവ് നോക്കിയിരിക്കുകയായിരുന്നേ. ഇനി എന്താ അടുത്ത പരിപാടി? ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. അതല്ല, പിന്നെ ഭാവി പരിപാടി എന്താണെന്നാ ചോദിച്ചത്. എന്തായാലും ഇതോടെ ഡിറ്റക്റ്റീവ് പരിപാടി നമ്മൾ നിർത്താൻ പോവുക. ഓ, ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നാട്ടിലുള്ളവരൊക്കെ ഇന്നലെ പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചിരുന്നു. ദേ കുന്നുമല്ലേ രമണി ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. എന്ത് പറഞ്ഞു? എന്റെ സാരി മേക്കപ്പ് ഒക്കെ അടിപൊളിയായിരുന്നെന്ന്. അല്ല, അത് വാസ്തവം കേട്ടോ. ഏത് വാസ്തവം? അല്ല, ഈ വീരജവാൻ പരിപാടിയെ കോളനിയിലുള്ള മിക്ക ആളുകളും ആ പരിപാടി കണ്ടായിരുന്നു. കൊള്ളാം. പിന്നെ നമ്മുടെ മേജർ ഈ പ്രോഗ്രാം കണ്ട ശേഷം എന്നെ വിളിച്ചിരുന്നു. അയാൾ എന്ത് പറഞ്ഞു? അത്ര പെട്ടെന്നൊന്നും ഭീകരനെ അമർച്ച ചെയ്യാൻ പറ്റില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതൊക്കെ നുണയാണെന്നാണ് പുള്ളി പറയുന്നത്. വെറും നുണ. അസൂയ. അയാളെ ഇന്റർവ്യൂ ചെയ്യാത്തതിലുള്ള അസൂയ, അല്ലാതെന്താ? അതെ അതെ. ഏതായാലും ഈ കോളനിക്കാർക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഈ കേണൽ ഒരു വീരനാണെന്ന്. വീരനല്ല, വീരപ്പനാണ് കേണൽ. അല്ലേ മാഡം? ചായ തണുക്ക്, കുടിക്ക്. അത് വാസ്തവം. മിസ്റ്റർ ബാലപ്പൻ, ഒരാൾ മരിച്ചാൽ സകല സൈനിക ബഹുമതികളോടുമായിരിക്കും സംസ്കാരം. ആചാരമെന്ന് പറഞ്ഞാൽ ദേശീയ പതാക പുതപ്പിച്ച് രാഷ്ട്രം മുഴുവൻ അഭിവാദ്യമർപ്പിച്ച് ആകാശത്തേക്ക് ആചാരവെടികളും മുഴക്കി ആ മൃതദേഹത്തെ ആദരിക്കണമെങ്കിൽ അയാൾ ഏത് നിലയിലുള്ള ആളായിരിക്കണമെന്ന് അറിയാമോ നിനക്ക്? അറിയാം. മരിച്ച നിലയിലുള്ള ആളായിരിക്കണം അയാൾ. എന്നെയാണോ? അത് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരിക്കണം. അതും എന്നെ പോലെ കേണൽ റാങ്കിലുള്ള ഒരാൾ. അത് ശരി. അങ്ങനെ ഒരു ചടങ്ങ് കാണാൻ ഈ കോളനിക്കാർക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എത്ര പെട്ടെന്ന് ഉണ്ടാക്കണേ. കഷ്ട, ചായ കുടിക്കാനും സമ്മതിക്കത്തില്ല. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പെട്ടെന്ന് തട്ടിപ്പോകണമെന്നല്ലേ? പോയോ? ഏതായാലും നിങ്ങളൊരു കള്ളം പറഞ്ഞു. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടൊരു നുണക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ആവില്ലായിരുന്നു. ഉള്ള സ്ട്രോങ് ഒക്കെ മതി. അല്ല സാറേ, മനുഷ്യന് അജ്ഞാതമായ ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. മനുഷ്യ മനസ്സുകൾക്ക് അതിന്റെ ഉള്ളുകള്ളികളെ അറിയാൻ പറ്റൂല. അതിലൊന്നായിട്ടാണ് ഇപ്പോഴത്തെ ഈ പിന്തുണയെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നത്. രവിചന്ദ്രൻ നേതാവിന് സാറ് കൊടുത്ത പിന്തുണ നെടുകയും കുറുകെ ആലോചിച്ചിട്ട് എനിക്കൊരെത്ത് പിടിയും കിട്ടുന്നില്ലേ. പക്ഷെ എന്തോ ഒരു സംഗതി അതിനകത്തുണ്ട്. എടാ മണിയാ, നീ കേട്ടിട്ടില്ലേ?
ഒന്നും കാണാതെ വാരി വെള്ളത്തിൽ ചാടൂല. വെള്ളത്തിൽ ചാടിയാ? വാരി വെള്ളത്തിൽ ചാടിയാ? അയ്യോ കഷ്ടം തന്നെ. എടാ അതൊരു പഴഞ്ചൊല്ലാണടാ. ഓ പഴഞ്ചൊല്ലല്ലേ, ഞാനങ്ങ് പേടിച്ചു പോയി. ഇന്നലെ ഞാൻ വാരി കണ്ടതാണ്. എടാ നോക്ക്, എന്റെ ഒരു ഓഫീസറുണ്ട്. അതാര്? എടാ കേക്കടാ, അത് കണ്ടാണ് തോക്കിനകത്ത് ഒരു വെടി വെക്കുന്നത്. അങ്ങേര് ഞാനുമായിട്ട് ഭയങ്കര ശത്രുതയായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഡാടാ അപ്പോ എന്റെ ശത്രുവായ ഓഫീസറോട് എനിക്ക് വേണ്ടി ഒരാളെ റെക്കമെൻഡ് ചെയ്തിരിക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ. എന്റെ ഓഫീസർ എന്ത് ചെയ്യും? അത് ചോദിക്കാനുണ്ടോ? ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉറപ്പ്. അത് തന്നെയാണ് ഇവിടുത്തെ ടെക്നിക്ക്. എന്തോന്ന്? എടാ ഈ കോളനിയിൽ ഒരുമാതിരിപ്പെട്ടവരല്ല എന്റെ ശത്രുക്കളല്ലേ? ആണ്. ആണല്ലോ. അപ്പോ അവരോടെല്ലാം രവിചന്ദ്രന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരാർക്ക് വോട്ട് ചെയ്യും? എന്റെ സാറേ, സാറിന്റെ പാതാര ബിന്ദങ്ങൾ ഞാൻ കാലിന് ഒരു കുഴപ്പമില്ല ചേച്ചി, ഞാനൊന്ന് നമസ്കരിച്ച് പോയതാണേ. ഓ സാർ വിദേശ രാജ്യത്ത് എങ്ങാനുമാണ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു മഹാനാവേണ്ട ആളായിരുന്നു. മഹാൻ. സുമേ, നീയും വനിതാ ക്ലബിലെ എല്ലാരോടും പറയണം വോട്ട് രവിചന്ദ്രന് കൊടുക്കണമെന്ന്. വനിതാ ക്ലബ്ബ് മൊത്തം നിനക്കെതിരല്ലേ? അപ്പൊ വോട്ടുകൾ തിരിയും. നമ്മൾ പറയുന്ന ആളിനെതിരെ വോട്ട് വീഴും. രവിചന്ദ്രൻ തോക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പ്രകാശേട്ടാ, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അടുത്ത ജന്മത്തിലും എനിക്ക് ചേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ജനിക്കണം. എന്ത് പറ്റിയതാ മണിയാ? അല്ല, അടുത്ത ജന്മത്തിലും കോളനിക്കാർക്ക് സ്വസ്ഥത കിട്ടൂലല്ലോ എന്ന് ആലോചിച്ചപ്പോ സത്യം. അവിടെ വയ്ക്ക്. എടീ, മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമായ സമയമാണെന്ന്. ഇതാ നോക്ക്. മത്സരങ്ങളിൽ വിജയം, വിചാരിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതിനും വേഗത്തിൽ നടക്കും, അപ്രതീക്ഷിതമായ സ്ഥാനചലനം, ഇതെല്ലാം കൂടെ ഞാനൊരു കൊലക്കോടി. സംഗതി അറിഞ്ഞ ബാലപ്പ, നീ നോക്കിക്കോ, ഈ ഇലക്ഷനിൽ ഞാൻ തൂത്തുവാരും. സംഗതി വല്ലോ അറിഞ്ഞ എന്തുവാ? കൂറുമാറും മാറുന്നേ. കഴിഞ്ഞ 12-ാം തീയതി വരെ മേടക്കൂറുകാർക്ക് 7-2 ഇപ്പൊ അത് മാറിക്കിട്ടി. ഇത് ആ കൂറല്ല, രാഷ്ട്രീയ കൂറ്. നമ്മുടെ കൂടെ എന്ന പിള്ളേര് സംഘവും കൂറ് മാറിയെന്ന്. എങ്ങോട്ട് മാറി? വിശാലത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ കൂടെ സകല ആൾക്കാരും ഒറ്റ പകൽ കൊണ്ട് കൂറുമാറി. വടിയായ ഹലോ. മൈ ഗോഡ്, നേതാവ് എപ്പോഴായിരുന്നു സംഭവം? ഹലോ, കൊടുക്കാം. ഹലോ, അതെ ഇന്ന് രാവിലെ ആയിരുന്നു. 8:30 ആയിട്ടുണ്ടാവും. അറിഞ്ഞൂടെ, ഇതാ സീരിയൽ നടിയാ ബിന്ദു. പാവം, ഇലക്ഷൻ പ്രചരണത്തിന് ഒരു ജേഴ്സി പശുവിനെ പോലെ ഓടി നടന്ന മനുഷ്യനാ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിധിയെ തോൽപ്പിക്കാൻ വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ പോലും നടക്കില്ല. കഷ്ടം. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഉള്ളത് തന്നെ.
ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു. നിങ്ങൾ ഇങ്ങനെ ചത്തതുപോലെ കിടക്കാതെ എണീറ്റ് എന്തെങ്കിലും രണ്ടു വാക്കൊന്ന് പറയേ. എല്ലാം പോയില്ലേ? ഉരുപ്പടികൾ പണയം വെച്ചും കൊള്ളപ്പലിശയ്ക്ക് പണം എടുത്തുവാ ഞാൻ ഈ ഇലക്ഷൻ പ്രചരണത്തിന് കാശിറക്കിയത്. രാഷ്ട്രീയമാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ. കാശെറിഞ്ഞ് കാശ് പിടിക്കാൻ പറ്റൂ. ചേച്ചി വായിക്കരി വല്ലതും കൊടു. വായിക്ക രുചിയായിട്ട് വല്ലതും കൊടുക്കാൻ ആശാനൊന്ന് ഉഷാറാവട്ടെ. ഇങ്ങനെ ഇരുന്നാ മതിയാ? മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ഒരു പ്രഹേളികയാണ്. ഛേ, ഇന്നലെ വരെ ഞാൻ ആ മനുഷ്യനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്, എന്ത് മോശമായിട്ടാണ് സംസാരിച്ചത്. പാവം, കഷ്ടമായിപ്പോയി. ബാലപ്പൻ ഒരിക്കലും അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ചെ മോശം മോശം, വളരെ മോശമായിപ്പോയി. താൻ ആരെക്കുറിച്ചായി സംസാരിക്കുന്നത്? എന്റെ പൊന്ന് ചാക്കോ സാറേ, പേര് പറഞ്ഞ സാർ ഒന്ന് അമ്പരക്കും. ഞാൻ അമ്പരക്കൊന്നുമില്ല, താ പറയേ. പ്രകാശ് കുമാർ. കണ്ട ഞാൻ പറഞ്ഞില്ല അമ്പരക്കൊന്ന്. ഇന്നലെ ഞാൻ ആശാനോടൊപ്പം വോട്ട് ചോദിച്ച് സിയുടെ വീട്ടിൽ ചെന്നിരുന്നു. എന്നിട്ട് വളരെ ഹൃദ്യമായ സ്വീകരണമായിരുന്നു. മാത്രമല്ല, നേതാവിന്റെ വിജയത്തിന് പരിപൂർണ പിന്തുണയും പ്രഖ്യാപിച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളിക്കാരന്റെ പെരുമാറ്റം കണ്ട് ഞങ്ങളും ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. പക്ഷേ നേതാവിന് വേണ്ടി പ്രകാശ് കുമാർ സ്ക്വാഡ് വർക്കിന് ഇറങ്ങിയപ്പോ ആ വലിയ മനസ്സിന്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കി. അല്ല, താനും ആ രവിചന്ദ്രനും കൂടിയല്ലേ ഈ ചേരുതിരിവും തമ്മിൽ കുത്തുമൊക്കെ ഉണ്ടാക്കിയത്? സത്യത്തിൽ പ്രകാശ് കുമാറിനോട് എനിക്കൊരു ദേഷ്യവുമില്ല. അമേരിക്കയിൽ നിന്നും വന്ന ശേഷം പ്രകാശ് എന്നെയോ ഞാൻ പ്രകാശിനെയോ മീറ്റ് ചെയ്യാതിരുന്നത് എന്തെങ്കിലും വ്യക്തിപേരാക്കിക്കൊണ്ടല്ല. അയാൾക്ക് അയാളുടേതായ തിരക്ക്, എനിക്ക് എന്റേതായ തിരക്ക്. തിരക്കെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു ദിവസം പ്രകാശ് കുമാർ സാറിനെ പോയെന്ന് കാണാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ജവഹർ കോളനിയിൽ നമുക്ക് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്താം. എന്നാ പിന്നെ ഇന്ന് തന്നെ ഞാൻ പോയി കുറച്ച് വെള്ളരിയും കുറച്ച് പ്രാവുകളെയും വാങ്ങിക്കാം. എന്തിന്? അല്ല, നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പറത്തി കളിക്കാം. അങ്ങനെയെങ്കിലും കുറച്ച് മനസമാധാനം കിട്ടുന്നത് കിട്ടിക്കോട്ടെന്ന്. ഒരു 500 രൂപ എന്തിനാ? അല്ലെ, പ്രാവിനെയും വെള്ളരിയും മേടിക്കാൻ. പോടോ. അപ്പൊ പ്രാവും വെള്ളരിയും കടം മേടിക്കാം. മണിയാ, ഇവിടെ നില്ല്. എന്നെ തന്നെ വിളിച്ചത്? അതെ. എന്തിന്, എന്താവശ്യത്തിന്? നീ എന്തുവാടേ മണിയാ എപ്പ കണ്ടാലും ഇങ്ങനെ? എങ്ങനെ? ഒരു മയത്തിലും സ്നേഹത്തിലും ഒക്കെ സംസാരിക്കും. അയ്യോ, ഫസ്റ്റ് സ്നേഹത്തിൽ സംസാരിക്കാനുള്ള ചുറ്റുപാടിലല്ലോ നമ്മളിപ്പോ കഴിഞ്ഞു പോകുന്നത്. നീ എന്ത് ദേഹത്തോടല്ലേ? പോ. ബാലപ്പനാ? ഞാൻ മണിയൻ, നീ ബാലപ്പൻ. പേര് മാറ്റല്ലേ? അല്ലെങ്കിൽ തന്നെ പേരിലൊക്കെ എന്തിരിക്കുന്നത്? നമ്മളൊക്കെ മനുഷ്യരല്ലേടേ. എന്ത് നിനക്ക് സംശയം ഉണ്ടാ? ഇനി അതൊക്കെ പോട്ട്, നീ കപ്പലിന്റെ എടു. എനിക്ക് വേണ്ട, അവന്റെ നമ്പർ കണ്ടില്ലേ? ഞാൻ കുറ്റം പറയുന്നില്ല. മണിയൻ എന്നോട് നീരസം കാണുമെന്ന് അറിയാം. അല്ല, എന്നാലും ഞാൻ ആലോചിക്കുകയാണ്. എന്തോന്ന്? നമ്മൾ എന്തിനാടാ മണിയെ എപ്പ കണ്ടാലും ഇങ്ങനെ ഒരുമാതിരി കീരിയും പാമ്പിനെയും പോലെ? വർഗ ശത്രുക്കൾ അങ്ങനെയാണ് സുഹൃത്തെ. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പടയാളികൾ പരസ്പരം മുത്തം പറത്താറില്ല. ബോംബ് പറത്തിയ വീറും വാശിയും കാണിക്കുന്നു. ആണല്ലേ? അല്ല, അത് ചിലപ്പോ ശരിയായിരിക്കാം. പക്ഷെ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് പ്രകാശ് കുമാർ സാറും ചാക്കോ സാറും. എങ്ങനെ ചാക്കോ സാറും പ്രകാശ് കുമാർ സാറും? എടാ, ഇവരുടെ പേരിലാണല്ലോ ഒരു പ്രശ്നവും ഇല്ലാത്ത ഞാനും മണിയനും തമ്മി ഓരോരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത്. കപ്പലിന്റെ എടു. ഞങ്ങൾ ഇന്നലെ ഒരുപാട് സമയം ഇതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ഈ കടലെ കുറിച്ച് അല്ലടേ, പിന്നെ ഈ വഴക്കിനെ വൈരാഗ്യത്തെ കുറിച്ചും. പിന്നെ പ്രകാശ് കുമാർ സാറിന് അങ്ങനെ ആരോടും പിണക്കമോ പരിഭവമോ പരാതിയൊന്നും ഇല്ല. അയ്യോ, ചാക്കോ സാറിന് തീരെയില്ല. ഈ ആളുകൾ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതല്ലേ? അത് ബാലപ്പൻ പറഞ്ഞ കറക്റ്റ്. അതാണ്. നമുക്ക് എവരെ തമ്മിലൊന്ന് അടുപ്പിച്ചാലോ? എന്റെ വായി വരുന്നല്ലോ. എന്തിന്? വീണ്ടും അവരെ തമ്മിൽ അടുപ്പിക്കാൻ? എടാ, അതല്ല പറഞ്ഞത്. അവരെ തമ്മിലൊന്ന് യോജിപ്പിക്കാൻ, രമ്യതയിലാക്കി ഒരുമിപ്പിക്കാൻ. അങ്ങനെ എടാ, സന്ധി സംഭാഷണത്തിലൂടെ എത്രയെത്ര ശത്രു രാജ്യങ്ങളാണെന്ന് മൈത്രിയിൽ കഴിയുന്നറിയാമോ? ചാക്കോ സാറുമായി ഈ കാര്യം ഞാൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രകാശ് സാറിനോട് സുമചേച്ചിയോടും ഞാൻ ഇതൊന്ന് സംസാരിക്കാം. വേണം. ഈ ജവഹർ കോളനിയിൽ സമാധാനം പുലരുന്നത് എനിക്കൊന്ന് കാണണം. എനിക്കും. ആണാ?
ആദ്യം കേൾക്കുമ്പോ പ്രകാശ് സാർ ഒന്ന് അപ്സെറ്റ് ആവുമെങ്കിലും ഈ ലയന ചർച്ച തള്ളിക്കളയത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും ഈ ലൈന ചർച്ച അന്നാമി ഉണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിലെ തടസ്സപ്പെടുത്തിയാലേ. ആ അവിടെയും പ്രശ്നം അതാണ്. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയ്ക്ക് ഈ സന്ധി സംഭാഷണത്തിലൊന്നും വലിയ താല്പര്യമില്ല. അടിസ്ഥാനപരമായി പ്രകാശ് കുമാർ ആളൊരു സാധുവാണ്. അതെ അതെ അതെ. മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പഠിച്ചു ജീവിച്ചു വളർന്നു എന്നല്ലാതെ ആളിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ തനി നാട്ടിൻപുറത്തുകാരനായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം, എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അയാൾ ആളൊരു പഞ്ചഭാവമാണ്. ദേ ചാക്കോ സാറിനെ പ്രകാശ് സാറിനെ തമ്മിൽ അകറ്റിയത് ആ സ്ത്രീയാ. അല്ലെങ്കിൽ ചാക്കോ സാർ അമേരിക്കയിൽ നിന്ന് വന്നു എന്നറിഞ്ഞപ്പോ ആദ്യം ഓടിയെത്തുന്നത് പ്രകാശ് സാറായിരുന്നേനെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകാശ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ഈ കോളനിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ആ അത് വേണം സാറേ. പണ്ട് നിങ്ങൾ ഒരേ തൂവൽ പക്ഷികളെ പോലെ കഴിഞ്ഞിരുന്നവരല്ലേ. ഈ പരസ്പരമുള്ള പാരവെപ്പും തമ്മിത്തല്ലുമൊക്കെ അവസാനിപ്പിക്കണം സാറേ. ഞാൻ തയ്യാറാണോ എന്തിനും. മത്സരക്കളത്തിലേക്ക് ഓരോ വേഷം കെട്ടിച്ച് എന്നെ തള്ളിവിട്ടതല്ലേ അന്നാമയും നിങ്ങളും കൂടി. അല്ല, അന്ന് ഞങ്ങൾക്ക് പ്രകാശ സാറിനോട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മാറ്റത്തിന്റെ പച്ചക്കൊടി അയാളായിട്ട് തന്നെ കാണിച്ചപ്പോ തോന്നിയതാണ് ഈ ലയന ചർച്ച. ഏതായാലും ഒത്തൊരുമയോടെ നീങ്ങണമെന്ന് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും തോന്നിയല്ലോ. അത് തന്നെ വലിയൊരു കാര്യം. താൻ പ്രകാശിനോട് എത്രയും വേഗം പോയി വിവരം പറയണം. ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് മിണ്ടിയാൽ എല്ലാ പുകമറയും മാറും.